സർ ഫ്രഷസ് റെഡിയാണ്. ആ ഓക്കെ, ഞാൻ വരാം. സർ പിന്നെ നമ്മുടെ അരവിന്ദ് കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആണ്. സാർ ഒന്ന് സംസാരിച്ചാൽ നന്നായിരിക്കും. എടോ, അതിനിപ്പോൾ ഞാനൊന്ന് സംസാരിക്കാനാ? അയാൾക്ക് അയാളുടെ പ്രോഗ്രാം മാത്രം ആലോചിച്ചാൽ മതി. എനിക്കങ്ങനെയാണോ? ഐ ഹാഡ് ലുക്ക് അറ്റ് ദ ഹോൾ പിക്ചർ യുനോ. അപ്പോൾ കുറച്ച് ഹാർഷായിട്ടൊക്കെ സംസാരിക്കേണ്ടി വരും. സാർ പറയുന്നത് ശരിയാണ്, പക്ഷേ അരവിന്ദ് നമ്മുടെ കമ്പനിയുടെ ഒരു വാല്യുബിൾ അസറ്റാണ്. ഇൻ കേസ് പുള്ളി ഒരു പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ കോമ്പറ്റീറ്റേഴ്സ് പുള്ളി കൊത്തിക്കൊണ്ടുപോകും. എനിക്കെന്തോ അയാളുടെ അടുത്ത് നിന്ന് ഒട്ടും പോസിറ്റീവ് വൈബല്ല ഫീൽ ചെയ്യുന്നത്. പിന്നെ അയാൾ പ്രൊമോട്ടായി വരേണ്ട ഒരു പൊസിഷനിലേക്കാണല്ലോ ഞാൻ അപ്പോയിൻ്റ് ആയിരിക്കുന്നത്. ഒബ്വിയസ്ലി അയാൾക്ക് അതിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടാവും. കാര്യങ്ങൾ എസ്കലേറ്റ് ആവാതിരിക്കുന്നതാണ് നല്ലത്. സാർ ഒന്ന് സംസാരിച്ചാൽ നന്നായിരിക്കും. അരവിന്ദുണ്ടോ ക്യാമറ? ഇല്ല, പുള്ളി ഇപ്പോൾ ജസ്റ്റ് പുറത്തു പോയായിരുന്നു. നല്ല ദേഷ്യത്തിലാണ് പോയിട്ടുള്ളത്. ഓക്കെ. ഹലോ. അച്ഛാ, ഇത് കവിതയാ. എന്തുണ്ട്, കുറേ ആയല്ലോ ഈ ശബ്ദമൊക്കെ കേട്ടിട്ട്. ഇവിടെ എന്ത് വിശേഷം മോളെ? രാവിലെ മുതൽ പണിക്കാരുണ്ടായിരുന്നു, അവരൊക്കെ ഇപ്പാ പോയത്. ഇനി കുളിക്കുക, കഴിക്കുക, പിന്നെ കിടന്നുറങ്ങുക, വേറെന്താ? ഇന്ന് രാത്രി എന്താ സ്പെഷ്യൽ? ഉച്ചക്കുള്ളതൊക്കെ തന്നെ, വേറെന്താ സ്പെഷ്യല്? ആ കുട്ടികൾക്കൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല 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 അച്ഛാ, ഇന്ന് കുറച്ച് ലേറ്റ് ആവും എന്നാ പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് വീക്കിൽ അവൻ്റെ പ്രോഗ്രാം ഞാൻ കണ്ടിരുന്നു. ചോദ്യങ്ങളൊന്നും ഒട്ടും ഷാർപ്പല്ല. ഒരു പ്രോമിനന്റ് സയന്റിസ്റ്റിനെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അല്പം ഹോംവർക്കൊക്കെ ചെയ്യണ്ടേ? അതച്ഛൻ നേരിട്ട് മോനോട് പറഞ്ഞാൽ പോരെ, ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് വേണം? അതിന് അവനെ വിളിച്ചാൽ ഫോണിൽ കിട്ടണ്ടേ? എപ്പോ വിളിച്ചാലും ബിസി ബിസി. ഞാൻ അമ്മയ്ക്ക് കൊടുക്കാം കേട്ടോ. ഞാൻ കരുതി കഴിഞ്ഞ ആഴ്ച നിങ്ങൾ വരുമെന്ന്. ഞങ്ങളും അങ്ങനെ തന്നെയാ വിചാരിച്ചേ. പക്ഷെ അരവിന്ദിന് പെട്ടെന്ന് ചെന്നൈക്ക് പോകേണ്ടി വന്നു. ഇപ്പൊ ഒരു പുതിയ പ്രോജക്ട് ചീഫോ ആരോ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഇപ്പൊ ഭയങ്കര തിരക്കാത്ര. മാത്രല്ല നിങ്ങക്ക് ഇങ്ങോട്ട് വരാലോ അമ്മേ. ഓ വയ്യാഞ്ഞിട്ടാ മോളെ. 3-4 മണിക്കൂർ മുട്ടുമടക്കി യാത്ര ചെയ്യാന്ന് വെച്ചാൽ അടുത്ത മാസം എന്തായാലും ദീപുവിന്റെ കല്യാണം ഇല്ലേ, അപ്പൊ നമ്മള് വരുന്നുണ്ടാവും. നമ്മുടെ പണിക്കര് അവനൊരു കല്യാണക്കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല കൂട്ടരാ. അവൻ കൂടി വരുവച്ചാ കുട്ടീനെ പോയി കാണാലോ. അല്ല, ഗൗതം വരുമെന്നൊന്നും അറിയില്ല. ഓ എന്നാ എന്താ ചെയ്യാ? അതൊക്കെ പോട്ടെ, മക്കളെവിടെ? അവൻ ഇപ്പൊ താഴെ കളിക്കാൻ പോയിരിക്കാം. മിച്ചു ഇവിടെ ഉണ്ട്. അവള് പിന്നെ ഭയങ്കര ഹെൽപ്പല്ലേ. എന്താ ഇപ്പൊ ആരോ ബെല്ലടിച്ചു, ഞാൻ തിരിച്ചു വിളിക്കാമേ. ശരി മോളെ. ഞാൻ ഇറങ്ങുകയാണേ. മോളെ അമ്മേ, വിളിക്കണ്ട്. നീ ആ മരത്തിലോട്ട് പോയിട്ട് മര്യാദക്ക് നീ ക്യാച്ച് കൊണ്ടുപോയിട്ട് കളയെടുത്തിട്ട് അശ്വിനെ ഈ കളിയെങ്കിലും ജയിക്കണോട്ടാ. അടിച്ചു വേഗം ഓടിക്കോളേ. അബി 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 കീപ്പർ ബാക്കിൽ റെഡിയല്ലേ ഓടി. ഓക്കെ വാ കളിക്കാം. കള്ളക്കളി കളിക്കാണ്ട് ഇറങ്ങിപ്പോടാ. താടാ ഇനി ഞാൻ ചെയ്യാം. താടാ ആദ്യം മര്യാദ കളിക്കാൻ പഠിച്ചിട്ടോ. ഡയലോഗ് അടിക്കാൻ ഇറങ്ങിപ്പോയാടാ. കളിയാക്കണ്ട. ഈ ഗ്രൗണ്ടിൽ ഹൈസ്റ്റ് സ്കോർ ഇരിക്കാ. ഇവിടുത്തെ കളിയിൽ എപ്പോഴും ഞാൻ പോവാ. നീ ഇറങ്ങിപ്പോയാടാ. മോൻ വീട്ടിൽ പോയി ഹോംവർക്ക് ചെയ്തു. നീ അത് കളിക്കാൻ പഠിച്ചിട്ടാ ഇന്ന് പോയടാ. പ്രകാശ് അവൾക്ക് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞു, ഞാൻ കൊടുത്തു. കുട്ടികളുടെ കാര്യത്തിൽ ഇനി ഒരു കോംപ്രമൈസിന് ഞാനില്ല. വീണ, ആക്സിഡന്റ് പറ്റിയ കുട്ടികളുടെ സ്കാൻ റിപ്പോർട്ട് സ്പീഡപ്പ് ആകണം. Prakash, I'm getting a call. I will call you back. Hi, Gautam. Hi, doctor. Dr. Gautam.
പറയൂ. ഐ നീഡ് യുവർ ഹെൽപ്പ്. എന്റെ ഫ്രണ്ടിന്റെ മോളിന്ന് സ്റ്റെയർസിന് വീണു. തലയിടിച്ചാ വീണത്. ഐ എം ജസ്റ്റ് ബ്രിങ്ങിങ് ഹിം ടു ദ ഹോസ്പിറ്റൽ. പെട്ടെന്നുണ്ടോ? ഓക്കെ ഡോക്ടർ. ഹെഡ് പൊസിഷൻ ശ്രദ്ധിക്കണേ. ഓക്കെ ഡോക്ടർ. ഓക്കെ. കുട്ടി ഇപ്പം എങ്ങനെയുണ്ട്? ബ്ലീഡിംഗ് എന്തെങ്കിലും? ഇല്ല, ബ്ലീഡിംഗ് ഇല്ല. ഈസ് ഹി കോൺഷ്യസ്? ആക്ച്വലി നോ. ഓക്കെ, ഐ വിൽ മേക്ക് അറേഞ്ച്മെന്റ്സ്. താങ്ക്സ് ഡോക്ടർ. ഓക്കെ, കം ഫാസ്റ്റ്. വീണ, ഗെറ്റ് റെഡി ഫോർ എമർജൻസി. ഹലോ സിസ്റ്ററെ, ഗ്രീഷ്മയാണേ. ആ പറയൂ ഡോക്ടർ. ഡോക്ടറിന്റെ കെയർ ഓഫിൽ ഒരു പേഷ്യന്റ് വരുന്നുണ്ട്. ആൻഡ് അശോ ഡോക്ടർ വാണ്ട്സ് യു ഇൻ ദ എമർജൻസി. ഓക്കെ, ഐ വിൽ ബി ദേർ. എന്തോ നാളെ കുറെ നേരം ആയല്ലോ. ഇപ്പൊ ശരിയാ സാറാ. എന്തോന്ന് കെട്ടിയത്? ഇങ്ങോട്ട് മാറ്. ഫ്യൂസ് കെട്ടിയാ? ഇങ്ങോട്ട് താ, ഇത് പിടി. കാലടിക്കാതെ ഇങ്ങോട്ട് അടിക്കുക. ഫ്യൂസും കെട്ടി കൈ വെച്ചോണ്ട് നിൽക്കുക. എന്തോ നാടെ ഒരു ഫാന് നന്നാക്കാൻ വന്ന് ഇവിടുത്തെ ഫ്യൂസ് മുഴുവൻ അടിച്ചു കളഞ്ഞല്ലോ. പഴയ വയറിങ്ങനെ സാറേ. പഴയ വയറിങ് ഒന്നും പറയണില്ല. അവർക്ക് സർക്കാർ നിങ്ങളെന്തിനു ഓരോ പ്രാവശ്യം അടിക്കുന്നത്? ഇരിക്കവിടെ. ഇവിടെ എന്താ ഒരു കോമഡി? ഒന്നുമില്ല സാർ. കാര്യം പറ. ശരത്തിന്റെ കല്യാണക്കാര്യം പറഞ്ഞിരിച്ചതാ. ഇന്നും ഉണ്ടായിരുന്നോ പെണ്ണ് കാണാൻ? പോയി കണ്ടു സാർ. അത് നടക്കില്ല. അതെന്താ? കാക്കയാണ് പ്രശ്നം. അതൊക്കെ തന്നെ തോന്നലാണോ? പഴയ പെണ്ണുങ്ങളായിരുന്നു അങ്ങനെ. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ അങ്ങനൊന്നും അല്ല. പിന്നെ തനിക്ക് 1 കോടി രൂപയുടെ സ്വത്ത് വേണം, ബെൻസ് കാറ് വേണം, കാതറീന കൈഫിനെ പോലെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ കാര്യം നടക്കില്ല. ഇവരെ വിടണ്ട, നാളെ രാവിലെ വിട്ടാൽ മതി. അവിടെ ഇരിക്കും. ആക്സിഡന്റ് കേസ് എന്താ? സൈക്കിൾ പോയി. അവിടെ 2 പേര് പ്രശ്നമാണ്. ഒരാള് ബൈക്ക് ആക്സിഡന്റിൽ സീരിയസ് ആണ്. ഹെൽമെറ്റ് വെച്ചിട്ടില്ലായിരുന്നു. സാർ, ACP മാഡം. താമസിച്ചപ്പോ മാഡം വരില്ലെന്ന് വിചാരിച്ചു. തമ്മനം സ്റ്റേഷനിൽ ഒരു കേസ് കുറച്ച് താമസിച്ചു. ഇതെന്താ? അത് ഫാനിന് ചെറിയൊരു കംപ്ലൈന്റ്. CA ഇല്ലേ? അദ്ദേഹം ഓഫാണ്. വന്നാട്ടെ. പിന്നെ മാഡം, ആ കോളനി കേസിന്റെ ഫയല് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. വിറ്റ്നസ് സ്റ്റേറ്റ്മെന്റ്സ് എന്തായി? ആഡ് ചെയ്തിട്ടുണ്ട് സാർ. അൽഫോൺസ് ഇരിക്കും. താങ്ക് യു മാഡം. ഞാൻ പോകുമ്പോ ആ കാറിലേക്ക് വെച്ചേക്ക്. ഓക്കെ മാഡം. നാളെ ഫുള്ള് ഞാൻ കസബയില. 3 ദിവസമായി അങ്ങോട്ട് പോയിട്ട്. മാഡം, കുറച്ച് നേരത്തെ ഒരു ഫോൺ കോൾ വന്നിരുന്നു. ഏഷ്യ വെൽകെയർ ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിച്ചത്. ഒരു ചൈൽഡ് അബ്യൂസ് കേസ് അഡ്മിറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. കൂടുതൽ സംസാരിക്കുന്നതിന് മുമ്പ് ഫോൺ കോൾ കട്ടായിപ്പോയി. എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു വിളിച്ചില്ലേ? ഇല്ല, തിരിച്ചു വിളിച്ചില്ല. കാര്യം വിളിച്ചത് ഒരു സ്ത്രീയാണ്. അവർ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. ഈ സംഭവം ഹോസ്പിറ്റലുകാർ കവറപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന്. അപ്പം നേരിട്ട് പോയി അന്വേഷിക്കാനാണ് നല്ലതെന്ന് കരുതി. കാര്യം നാളെ ഇതിപ്പോൾ ഒരു പ്രശ്നമായാലും ഈ മീഡിയക്കാരെല്ലാം കൂടെ നമ്മുടെ പടലിൽ കയറും. എന്തായാലും യൂണിഫോമിൽ പോകണ്ട. 2 ലേഡീസിനെ കൂടി വിളിച്ചോ. അയ്യോ, ഷീബ സിക്ക് ലീവിലാണ്.
സമീറ ഡ്യൂട്ടി കഴിഞ്ഞ് പോയതേ ഉള്ളൂ. വേണേ വിളിപ്പിക്കാൻ. ഏയ് വേണ്ട, ഇനിയിപ്പോൾ അവരൊന്നും വിളിപ്പിക്കണ്ട. ഒരു ഹാഫ് ആൻ അവറിന്റെ കേസല്ലേ, അയൽക്കാം. അയ്യോ മാഡം വരണമെന്നില്ല, ഞങ്ങൾ വയ്ക്കോളാം. ഇറ്റ്സ് ഓക്കെ. പോണ വഴിക്ക് വീട്ടിലൊന്ന് കയറണം, അത്രേ ഉള്ളൂ. ഓ ആയിക്കോട്ടെ. മാഡം, കുമാർ സാർ വിളിക്കുന്നു. മാഡം, ഇതാണ് ഇന്ന് അഡ്മിറ്റ് ചെയ്തവരുടെ ലിസ്റ്റ്. താങ്ക് യു. മാഡം, would you like to have some coffee or juice? നോ താങ്ക്സ്. യെസ്, come in. മാഡം, ഇത് സോണി ചെറിയ, നഴ്സിംഗ് സൂപ്രണ്ടാണ്. സോണി, ഇന്ന് വല്ല ചൈൽഡ് അബ്യൂസ് കേസ് റിപ്പോർട്ടായിട്ടുണ്ടോ? ഇല്ല. ലിസ്റ്റ് ഞാൻ നോക്കിയിരുന്നു, ബട്ട് ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. ഓക്കെ. വൈകിട്ട് 5 മണിക്ക് ശേഷം ഏതെങ്കിലും കുട്ടികൾ അഡ്മിറ്റ് ചെയ്തിരുന്നോ? ഒരു സ്കൂൾ ബസ് ആക്സിഡന്റ് കേസിൽ 4 കുട്ടികൾ അഡ്മിറ്റാണ്. വേറെ അഡ്മിഷൻസ് ഒന്നുമില്ല. സ്റ്റേഷനിലേക്ക് വിളിച്ചത് ഒരു ലേഡിയാണ്. മേ ബി എ പ്രാങ്ക് കോൾ. അല്ലാതെ ഇവിടുന്ന് അങ്ങനെ ഒരു ചാൻസ് ഇവിടുന്ന് അങ്ങനെ ഒരു ഞാനങ്ങോട്ട് ഒരു എമർജൻസി OT കേസുണ്ട്. ഓക്കെ, ഇവിടുന്നല്ല സാർ, അങ്ങനെ വരാനുള്ളൊരു ചാൻസ് ഇല്ല. Pupils are unequal. Make IV access. Plan raise extensor. Shift the patient for CT. Sir. Sister. Send blood parameters. Okay, sir. ഇതൊരു ആക്സിഡന്റ് പോലെ തോന്നുന്നില്ല. ഈ കുട്ടിയെ ആരോ തല്ലിയിട്ടുണ്ട്. അതിപ്പോ സ്റ്റേഴ്സിന് വേണമല്ലോ. ഇല്ല ഡോക്ടർ, ഈ കുട്ടിയെ ആരോ തല്ലിയിട്ടുണ്ട്. എനിക്ക് കണ്ടറിയാം. എടോ, അതാണോ പ്രയോറിറ്റി? ലെറ്റ് us treat him first. ഈ അനോണിമസ് കോൾ ചെയ്യുന്നവന്മാരൊക്കെ പിടിച്ചാത്തരണ മാഡം, വെറുതെ നമ്മുടെ സമയം കളയാനായിട്ട്. ബട്ട് ഐ എം സ്റ്റിൽ കൺഫ്യൂസ്ഡ്. ഈ ചൈൽഡ് അബ്യൂസ് കേസൊക്കെ ആരെ വെറുതെ വിളിച്ച് പറയാ? അൽഫോൺസ്, പോകാം. മാഡം, ഒരു മിനിറ്റ്. ആ സ്കൂൾ ബസ് ആക്സിഡന്റ് കേസിൽ 4 പേരല്ലാതെ വേറെ ആരെ അഡ്മിറ്റ് ചെയ്തിട്ടില്ലെന്നല്ലേ അവർ പറഞ്ഞത്? അപ്പൊ ഇത് ഈ 4 കുട്ടികളെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന സമയം 5 മണിയാണ്. ഇത് മാത്രം 7:30. നമ്മുടെ സ്റ്റേഷനിലേക്ക് എപ്പോഴാ കോൾ വന്നേ? എപ്പോഴാ വന്നേ? ഏകദേശം 8 മണി കഴിഞ്ഞു. നിങ്ങൾ എന്തുകൊണ്ട് ഈ പേഷ്യന്റിനെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞില്ല? ആ കുട്ടി സ്റ്റെപ്പിന്ന് വീണതാ മാഡം, ആൻഡ് വാസ് റെഫർഡ് ബൈ അവർ ഇൻ-ഹൗസ് ഡോക്ടർ. അതാ പിന്നെ ഞാൻ ജസ്റ്റ് ഗെറ്റ് മീ ദ കേസ് ഷീറ്റ് നൗ. കേസ് ഷീറ്റ് തരുന്നതിൽ വിരോധമൊന്നുമില്ല മാഡം, പക്ഷെ അതിന് കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്, അറിയാവോ? സാറേ, തൽക്കാലം ഞങ്ങൾക്ക് കേസ് ഷീറ്റ് വേണ്ട. ആ ഡോക്ടേഴ്സിനോട് സംസാരിക്കാമല്ലോ. ആ റെഫർ ചെയ്ത ഡോക്ടർ അല്ലേ? വാട്ട്സ് ഹിസ് നെയിം? ഡോക്ടർ
ഗൗതം അല്ലേ സോണി? ഐ വോണ്ട് ടു മീറ്റ് ഹിം. ആ കുട്ടിയുടെ അവസ്ഥ എന്താ? സിസ്റ്ററെ, അവിടെ കേശാറ്റി നല്ല തിരക്ക്. അവിടെ കൊടുത്തില്ല കേട്ടോ. എല്ലാം നമ്മുടെ തലയില. ആയിരിക്കുന്ന ഗൗതം ഡോക്ടർ. ആ ഒറ്റയ്ക്ക് ഇരിക്കണവനോ? അതെ സാർ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. മാഡം, ഇവനാണ് ഇവിടുത്തെ CCTV. ഞാൻ പോയിന്ന് കൊളുത്തിയിട്ട് വരട്ടെ. ഹലോ, ഒന്ന് നിന്നേ. മാഡം, പക്ഷെ ഇയാളെ ഞാൻ ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ. അവിടെ ആക്സിഡന്റ് സ്പോട്ടിൽ വെച്ചിട്ട്. ശരത്തെ നോക്കിയേ. ഈ വണ്ടി മാറ്റി. എങ്ങോട്ടാ തള്ളി കയറി വരുന്നേ? ഇവിടെ ബ്ലോക്കാന്ന് കണ്ടില്ലേ? സാർ അർജന്റായിട്ടൊന്ന് ഹോസ്പിറ്റലിൽ വരെ പോകണം. ഇവിടെ ബ്ലോക്ക് ആയത് പോകാൻ പറ്റില്ല. തിരികെ ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ്. ഐ എം എ ഡോക്ടർ. എന്ത് പറ്റിയതാ? സാർ ഒരു ആക്സിഡന്റ് കേസാണ്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. കുട്ടി മറിഞ്ഞു വീണ സാർ. സംസാരിക്കാൻ സമയമില്ല. പ്ലീസ് പ്ലീസ്. സാർ ഇതൊരു ഹോസ്പിറ്റൽ കേസാ. പക്ഷെ അന്നേരമേ എന്തോ ഒരു വശവശ എനിക്ക് തോന്നി. ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഡോക്ടർ ഈ ഫാമിലി ആയിട്ട് നല്ല ക്ലോസ് ആണല്ലേ? അരവിന്ദനെ എനിക്ക് ചെറുപ്പം പോലെ അറിയാം. ആക്ച്വലി സ്കൂൾ മേറ്റ്സ്. താമസിക്കുന്ന സെയിം അപ്പാർട്ട്മെന്റിലാണ്. അപ്പോൾ ഇവരുടെ റിലേറ്റീവ്സ് ഒക്കെ? അവരെല്ലാം പാലക്കാട്. ഡോക്ടർ മാരീഡ് ആണോ? നോ. കുട്ടി അങ്ങോട്ട് കൊണ്ടുവന്നത് ഡോക്ടറല്ലേ? യെസ്. എങ്ങനെയാ കുട്ടി വീണത്? ഒരു ഫ്രണ്ടിന്റെ ബാച്ചിലേഴ്സ് പാർട്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി. I need your help. എന്റെ ഫ്രണ്ടിന്റെ മോണെന്ന് സ്റ്റെയർസിന് വീണു. തലയിടിച്ചാ വീണത്. ഐ എം ജസ്റ്റ് ബ്രിങ്ങിങ് ടു ദ ഹോസ്പിറ്റൽ. Is he conscious? Actually, no. Okay, I'll make arrangements. Thanks, doctor. Okay, come fast. We'll reach in 10 minutes. അരവിന്ദ് കിട്ടിയോ? ഇല്ല, ഫോൺ സ്വിച്ച്ഡ് ഓഫ്. അരവിന്ദ് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും ഗൗതം? Vitals are not satisfactory. കുട്ടിക്ക് ഇതുവരെ ബോധം വന്നിട്ടില്ല. I have suggested some blood tests and we'll do a CT scan also. റിസൾട്ട് വരട്ടെ, നീ ടെൻഷൻ അടിക്കാതെ. ഡോക്ടർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡോണ്ട് വറി, ഈസ് ദ ബെസ്റ്റ് ഇൻ ടൗൺ. ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, നമുക്ക് എൻ്റെ റൂമിൽ പോവാം. ഞാൻ എടുക്കാം. വാ. ഐ നീഡ് എ ഫേവർ. എൻ്റെ ഫ്രണ്ടിൻ്റെ മോളാ മിഷ്ക. ഇവളുടെ ബ്രദർ ഇവിടെ അഡ്മിറ്റഡാ. ഹലോ. സേ ഹായ്. ഇവിടെ ഒന്നും കഴിച്ചിട്ടില്ല. ക്യാൻ യു ടേക്ക് ഇറ്റ് ടു ക്യാൻറ്റീൻ ആൻഡ് ഗെറ്റ് സംതിങ്? ഇത് അശോക് ഡോക്ടറിന്റെ കേസല്ലേ? താൻ കുറച്ചുകൂടെ തേക്കേണ്ടി വരും. ഞാൻ ക്യാൻറ്റീനിലോട്ട് വന്നോളാം. അതിനെന്താ? ചില മോളെ ചേച്ചിയോട് അടിച്ച് വിളിക്കാൻ പോയില്ലട കുട്ടാ. മോക്ക് എന്താ വേണ്ടേ? മോളെന്താ കഴിക്കുക? അല്ല കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. താങ്ക്സ്. മോളെ
ഷുവർ സർ. ഐ കോൾ യു ഇഫ് എനിത്തിങ് ഇസ് റിക്വയർഡ്. ഫ്ലാറ്റിന് അസോസിയേഷൻ സെക്രട്ടറിയാണ്. എന്തെങ്കിലും ഹെൽപ്പ് വേണോ? ഡോക്ടർ എന്താ പറഞ്ഞേ? മോന് കുഴപ്പമൊന്നുമില്ല. CT സ്കാൻ കൊണ്ടുപോയി. അത് കഴിയുമ്പോൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ കാണാം. അരവിന്ദിനെ വിളിച്ചിട്ട് കിട്ടിയില്ല. ആ ഞാനും കുറേ ട്രൈ ചെയ്തിരുന്നു. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഡോണ്ട് വറി, ഞാൻ ചാനലിൽ ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഇത് ഇൻഷുറൻസ് പേപ്പേഴ്സാണ്. കവിത സൈൻ ചെയ്താലും മതി. ജസ്റ്റ് എ ഫോർമാലിറ്റി. മോൾ എവിടെ? ഓ, ഷീസ് ഇൻ ദ ക്യാൻറ്റീൻ. ഷീസ് ഫൈൻ. ഒരു നേഴ്സ് കൂടെ ഉണ്ട്. വീട്ടിൽ ഇൻഫോം ചെയ്യുന്നതല്ലേ നല്ലത്. അവരും അറിയണ്ടേ. അരവിന്ദ്. ടേക്ക് ഇറ്റ്. ഹലോ കിച്ച. അരവിന്ദ് എപ്പോഴെത്തിയേ? I think around 8:30.